JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികയിലേക്കുള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാന ഗണിതത്തിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 100ന്റെ പകുതിയിൽ നിന്നും 10 കുറച്ച് 20 കൂട്ടിയാൽ എത്ര? ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. 100ന്റെ പകുതിയിൽ നിന്നും 10 കുറച്ച് 20 കൂട്ടിയാൽ എത്ര? നമുക്ക് നോക്കാം എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്. 100ന്റെ പകുതി എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 100 ഡിവൈഡഡ് ബൈ 2 ആണ് 100ന്റെ പകുതി എന്ന് പറയുന്നത്. അപ്പോൾ 100 ഭാഗം 2 മൈനസ് അതിന്റെ 100ന്റെ പകുതിയിൽ നിന്ന് 10 കുറച്ചാൽ -10, 20 കൂട്ടിയാൽ +20. അപ്പോൾ 100ന്റെ പകുതി എത്രയാണ്? 50 അല്ലേ? അപ്പോൾ 50 - 10 + 20 എത്രയാണ് ആൻസർ? 60 അല്ലേ? 60 ആണ് ആൻസർ. കറക്റ്റ് ആൻസർ എത്രയാണ്? 60. അടുത്ത ചോദ്യം. 30 ഭാഗം 6 × 2 സമം എത്ര? 30 ഭാഗം 6 × 2 സമം എത്ര? ഓപ്ഷൻ A, B, C, D ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന്. എങ്ങനെയാണ്? ബോട്ട്മാസ് നിയമമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടത് അല്ലേ? ബോട്ട്മാസ് നിയമം. അപ്പോൾ ബോട്ട്മാസ് നിയമപ്രകാരം ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഭാഗകരണമാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അതിനുശേഷം ഗുണനം അല്ലേ? അപ്പോൾ 36 ഭാഗം 6 എത്രയാണ്? 6 ആണ് അല്ലേ? ഗുണനഭാഗോ 6 × 2 എത്രയാണ്? 12. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? 12 ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 36 ഭാഗം 6 സമം 6 × 2 എത്രയാണ് ആൻസർ? 12. ആദ്യം ഭാഗിക്കുകയാണ് ചെയ്യേണ്ടത്, അതിനുശേഷം ഗുണനം ചെയ്യണം. അപ്പോൾ ബോട്ട്മാസ് നിയമമാണ് ഇവിടെ പ്രയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം. 20% ഓഫ് 150. 20% ഓഫ് 150 എത്രയാണ്? 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത്? 20% എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 ആണല്ലേ? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 20% എന്ന് പറയുന്നത് 20 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 100 × 150. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 30. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ 30% സമം 60 ആണെങ്കിൽ സംഖ്യ എത്ര? ഒരു സംഖ്യയുടെ 30% സമം 60 ആണെങ്കിൽ സംഖ്യ എത്ര? അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? അപ്പോൾ 30%, അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 30% എന്ന് പറഞ്ഞാൽ 30/100. അപ്പോൾ 30/100 × ഏതാണ് അറിയേണ്ടത്? സംഖ്യയാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? 30/100 × സംഖ്യ സമം 60. അപ്പോൾ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യ സമം 60 × 100/30. 60 × 100/30. അപ്പൊ എത്ര വരും? 200. 200 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് തെറ്റിക്കാതെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത 7² - 3² സമം ഡാഷ്. ഇതിവിടെ ചോദ്യത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. 4 ഓപ്ഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 7² എത്രയാണ്? 7² എന്ന് പറഞ്ഞാൽ 49. 3² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. 49 - 9 എത്രയാണ്? 40. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ശരാശരി. നിങ്ങൾക്ക് ശരാശരി കണ്ടുപിടിക്കാൻ അറിയാമോ? ശരാശരി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ശരാശരി 10, 20, 30 സമം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 10, 20, 30. അതിന്റെ ശരാശരി എത്രയാണ്? എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. എങ്ങനെയാണ്? 10 + 20 + 30 ഡിവൈഡഡ് ബൈ എത്രയാണുള്ളത്? 3 എണ്ണം ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്രയാണ് വരുന്നത്? 10 + 20 + 30 എന്ന് പറഞ്ഞാൽ 60. 60 ഭാഗം 3 എത്രയാണ്? 20 അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കണം, ശരാശരി കണ്ടുപിടിക്കാൻ 3 സംഖ്യകൾ തന്നാൽ അതിനെ 3 കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. ശരാശരി ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. 500 രൂപയ്ക്ക് 10% ഇളവ് ലഭിച്ചാൽ ഇളവിന്റെ തുക എത്ര? നമ്മളിപ്പോൾ
പല സ്ഥലങ്ങളിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കടയുടെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവുമല്ലേ 10% ഇളവ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇളവിന്റെ തുക കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 500 രൂപയ്ക്ക് 10% ഇളവ് ലഭിച്ചാൽ ഇളവിന്റെ തുക എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. 10% ഓഫ് 500 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 10/100 10/100 ഇൻറ്റു 500. അപ്പൊ എത്രയാണ് വരുന്നത്? 50 ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ശതമാനം എന്ന് പറഞ്ഞാൽ /100 ആണ്. അപ്പോൾ അതിനെ ഇൻറ്റു 500 കൊണ്ട് ഗുണിച്ചാൽ അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തുക കിട്ടും. അടുത്ത ചോദ്യം. 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേഗം എത്ര? 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേഗം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ കിട്ടുന്നതെന്ന്. വേഗം സമം ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. അതിന്റെ ഫോർമുല ഓർത്തിരിക്കുക. വേഗം എന്ന് പറഞ്ഞാൽ ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. അപ്പോൾ ദൂരം എത്രയാണ് ഇവിടെ? 120 അല്ലേ? 120 കിലോമീറ്റർ ആണ് ദൂരം. അതിനെ വേഗം സമയം കൊണ്ട് ഹരിക്കണം അല്ലേ? സമയം എത്രയാണ്? 2 മണിക്കൂർ. അപ്പൊ 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ എത്രയാണ് കറക്റ്റ് ആൻസർ? 60 km/h. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. വേഗം സമം ദൂരം ഡിവൈഡഡ് ബൈ സമയം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 60 km/h. അടുത്ത ചോദ്യം. ശരാശരി 5 സംഖ്യകൾ 20 ആണെങ്കിൽ ആ സംഖ്യകളുടെ മൊത്തം എത്ര? ശരാശരി 5 സംഖ്യകൾ 20 ആണെങ്കിൽ ആ സംഖ്യകളുടെ മൊത്തം എത്ര? 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമുക്ക് നോക്കാം. എങ്ങനെയാണ്? ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരി സമം മൊത്തം ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ ശരാശരി ഇവിടെ എത്രയാണ്? ശരാശരി സമം മൊത്തം ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ ശരാശരി എത്രയാണ്? 20 ആണല്ലേ? 20 സമം മൊത്തം ഡിവൈഡഡ് ബൈ 5. അപ്പോൾ മൊത്തം കാണാൻ നമുക്കറിയാലോ എങ്ങനെയാണ്? മൊത്തം ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 5. അപ്പൊ എത്രയാണ്? 100 ആണല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ശരാശരി സമം മൊത്തം ഡിവൈഡഡ് ബൈ എണ്ണം. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 10 ദിവസത്തിൽ ചെയ്യുന്നു. ബി അതേ ജോലി 15 ദിവസത്തിൽ ചെയ്യുന്നു. ഇരുവരും ചേർന്ന് ചെയ്താൽ എത്ര ദിവസത്തിൽ പൂർത്തിയാകും? എ ഒരു ജോലി 10 ദിവസത്തിൽ ചെയ്യുന്നു. ബി അതേ ജോലി 15 ദിവസത്തിൽ ചെയ്യുന്നു. ഇരുവരും ചേർന്ന് ചെയ്താൽ എത്ര ദിവസത്തിൽ പൂർത്തിയാകും? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നമുക്ക് നോക്കിയാലോ. എയുടെ ഒരു ദിവസത്തെ ജോലി എത്രയാണ്? 1/10 എന്ന് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/15 എന്ന് എടുക്കാം. അതായത് 1/10 എന്നും ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/15 എന്നും എടുക്കാം. അപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി. 1/10 പ്ലസ് 1/15. അപ്പൊ എത്രയാണ്? LCM എത്ര വരും? 30 വരും അല്ലേ? അപ്പോൾ 3 പ്ലസ് 2/30 സമം 5/30 എന്ന് വരും. അപ്പൊ എത്രയാണ്? 1/6 ആണ്. അതായത് 6 ദിവസത്തിൽ പൂർത്തിയാക്കും. ഓർത്തിരിക്കണം. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. എയുടെ ഒരു ദിവസത്തെ ജോലി 1/10 എന്ന് നമുക്ക് എടുക്കാം. ബിയുടെ ഒരു ദിവസത്തെ ജോലി 1/15 എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഇരുവരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാവും എന്നാ ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യണം? 1/10 പ്ലസ് 1/15. അപ്പോൾ അതിന്റെ LCM എടുക്കുമ്പോൾ എത്ര വരുന്നത്? LCM എത്രയാണ്? 1/10 പ്ലസ് 1/15. അതിന്റെ LCM എടുക്കുമ്പോൾ എത്ര വരും? 30 വരും അല്ലേ? അപ്പോൾ 3 പ്ലസ് 2/30. അപ്പൊ എത്ര വരും? 5/30. 5/30 എത്രയാണ്? 1/6. അപ്പൊ 6 ദിവസത്തിൽ പൂർത്തിയാകും. മനസ്സിലായല്ലോ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. 2x പ്ലസ് 5 സമം 15 ആണെങ്കിൽ x എത്ര? 2x പ്ലസ് 5 സമം 15 ആണെങ്കിൽ x എത്ര? 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? എക്സിന്റെ വിലയാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? 2x പ്ലസ് 2x സമം അത് വലത്തോട്ട് കൊണ്ടുവരുമ്പോൾ എങ്ങനെ വരും? 15 മൈനസ് 5 അല്ലേ? 2x സമം 10. x എത്രയാണ്? 10/2. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? 5. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 2x പ്ലസ് 5 സമം 15 എന്നുള്ളത് 2x ഇപ്പുറത്തോട്ട് മാറ്റി 5 അപ്പുറത്തോട്ട് പോകുമ്പോൾ 15 മൈനസ് 5 എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ
എക്സ് സമം 10/2 സമം 5. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? അടുത്ത ചോദ്യം, ഒരു വസ്തു 800 വാങ്ങി 10% നഷ്ടത്തിൽ വിറ്റു. വിൽപ്പന വില എത്ര? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. ഒരു വസ്തു 800 രൂപയ്ക്കാണ് വാങ്ങിയത്, അതിനുശേഷം അത് 10% നഷ്ടത്തിലാണ് വിറ്റത്. അപ്പോൾ വിൽപ്പന വില എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നമുക്ക് എങ്ങനെയാ കിട്ടിയേക്കുന്നത് നോക്കാം. 10%ന്റെ 800 സമം 80 ആണ് അല്ലേ? അപ്പോൾ നഷ്ടം എത്രയാണ്? 80 ആണ് അല്ലേ? അപ്പോൾ വിൽപ്പന വില എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? വിൽപ്പന വില എങ്ങനെയാണ്? 800 വാങ്ങിയ വില മൈനസ് നഷ്ടം എത്രയാണ്? 720. അപ്പോൾ 10% ഓഫ് 800 800 എത്രയാണ്? 80 ആണ്. അപ്പോൾ നഷ്ടം എത്രയാണ്? 80 ആണ് അല്ലേ? അപ്പോൾ വിൽപ്പന വിലയെ വാങ്ങിയ വിലയിൽ നിന്നും വിൽപ്പന വില നഷ്ടം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വിൽപ്പന വില കിട്ടും അല്ലേ? വിൽപ്പന വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വാങ്ങിയ വിലയിൽ നിന്നും നഷ്ടം കുറച്ചാൽ എത്ര കിട്ടും? വിൽപ്പന വില കിട്ടും. അപ്പോൾ 800 - 80 സമം 720. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ട്രെയിൻ 60 km/h വേഗത്തിൽ 30 മിനിറ്റ് സഞ്ചരിച്ചാൽ ദൂരം എത്ര? ഇവിടെ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ട്രെയിൻ 60 km/h വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്, 30 മിനിറ്റ് സഞ്ചരിച്ചാൽ ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അരമണിക്കൂറാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ്. അപ്പോൾ ദൂരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദൂരം സമം വേഗം ഇൻറ്റു സമയം. അപ്പോൾ വേഗത ഇൻറ്റു വേഗം ഇൻറ്റു സമയം കൊണ്ട് ഗുണിച്ചാൽ, വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ദൂരം കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ വേഗത എത്രയാണ്? 60 ആണ് അല്ലേ? 60 ഇൻറ്റു സമയം എത്രയാണ്? 1/2, അതായത് 30 കിലോമീറ്റർ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ദൂരം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 60 × 1/2 = 30 കിലോമീറ്റർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.